ഹായ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പായ കൊണ്ട് ഒരു മസാലക്കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അതിന് വേണ്ടത് പപ്പായ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും, പപ്പായ ഉപ്പേരിയും അതൊക്കെ ഉണ്ടാക്കും നമ്മളിൽ. ഇത് വേറൊരു വെറൈറ്റി ആയിട്ടാണ്. നിങ്ങളെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിലൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യം പപ്പായ നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് കുക്കറിലോ ഇനി വേറെ പാത്രത്തിലോ എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഒന്ന് പപ്പായ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ആദ്യമായിട്ട്. അപ്പോൾ അത് വേവിച്ചെടുക്കട്ടെ ഞാൻ, എന്നിട്ട് വരാം. അപ്പോൾ കുക്കറിൽ പപ്പായ വെച്ചിട്ടുണ്ട്, ഇനി അത് വെന്ത് വരട്ടെ. അപ്പോൾ പപ്പായ ഇതാ വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് സവാള, ചെറുതായിട്ട് അരിഞ്ഞ സവാള, അതിൻ്റെ കൂടെ തന്നെ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇതൊന്ന് വഴന്ന് വരാനൊന്നും നിൽക്കുന്നില്ല. കൂടി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള. എപ്പോഴും ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് തോന്നുന്നുണ്ടാവില്ലേ. വളരെ കുറച്ച് പാത്രങ്ങളുള്ളൂ. ഞങ്ങൾ ചെറിയ കുടുംബമായതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി വാങ്ങിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പാത്രങ്ങളൊക്കെ കുറവാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്ക്, ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ ഇതാ വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളി നല്ലോണം വഴന്നിട്ടുണ്ട്. ഉള്ളി ഒന്നങ്ങനെ കിടക്കട്ടെ. നമുക്കൊന്ന് കൂട്ടത്തിൽ കടിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഉള്ളി നല്ലോണം വേവണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇവയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഒന്നും കൂടി നല്ലതാണെന്ന് എല്ലാവരും പറയാറുണ്ട്, നമ്മൾ സാധാ മുളകിനേക്കാളും. ഇത് കളറ് മാത്രമല്ല, കളറ് കിട്ടാൻ മാത്രമല്ല നമ്മളത് ഉപയോഗിക്കുന്നത്. അതിന് എന്താണ്, ഗ്യാസ് ഉണ്ടാക്കൂല, വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ
കാശ്മീരി മുളക് നമ്മളെല്ലാവരും കളറ് കിട്ടാനാണെന്ന് പറയും. അത് എരിവ് കുറവല്ലേ, അപ്പോൾ അത് നമ്മളെ വയറിനും നല്ലതാണ്. അപ്പോൾ അതാണ്. പക്ഷെ അതിന് നല്ല വിലയാണ് കാശ്മീരി മുളകിന്. അത് വാങ്ങണമെങ്കിൽ 1 കിലോനൊക്കെ നല്ല വില ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നില്ല, കറക്റ്റ് അതിന് വില എത്രയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ അവിടുന്ന് എടുക്കാറാണ്. അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. അപ്പം അതാ പപ്പായ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന് പാത്രം കുറച്ച് ചെറുതായിപ്പോയി. ഇന്ന് ഒരു വലിയൊരു പപ്പായ ഉണ്ടായിരുന്നത്. അപ്പോൾ അധികം ഇങ്ങനെ മൺപാത്രങ്ങളിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ പാത്രമൊന്നും എടുക്കാതിരുന്നതാണ്. അപ്പം അത് കുഴപ്പമില്ല. എന്നിട്ട് ഇതിൽ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് പപ്പായ വന്നിട്ടുള്ളത്. ഇനി ഉടക്കണമെങ്കിൽ ഉടക്കാം. ഇനി ചെറുതായിട്ടൊക്കെ നമുക്കിങ്ങനെ പപ്പായ എടുത്ത് തിന്നാൻ ഒരു രസമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഉടക്കണമെങ്കിൽ നല്ലോണം വേവിച്ചിട്ട് ഉടക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കണം. തേങ്ങ വറുത്തതാണ്. അപ്പോൾ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഈ രൂപത്തിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഉണ്ടോ, അടിപൊളി മണമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് പപ്പായ മസാലക്കറി. കറിയായിട്ടല്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ പപ്പായ കഴിക്കാത്തവർക്കൊക്കെ ഇത് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.